ഇരുട്ടുപക്ഷം കല്ലറ അജയൻ തന്നെ ഈണം നൽകി ആലപിച്ചിരിക്കുന്ന കവിതയെക്കുറിച്ച് കവി സംസാരിക്കുന്നു. ഇരുട്ടുപക്ഷം എൻ്റെ മനസ്സിനെ വളരെ സ്വാധീനിച്ച കവിതകളിലൊന്നാണ്. 1996 ആണെന്നാണ് എൻ്റെ ഓർമ്മ. പമ്പ പേരുമല കോളേജിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്നിരുന്നു. 3 ചെറുപ്പക്കാരായ കുട്ടികളെ അതിക്രൂരമായ രീതിയിൽ പമ്പയിൽ എറിഞ്ഞും ചവിട്ടിത്താഴ്ത്തിയും കൊന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അന്ന് ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം വളരെ മാനസിക വിഷമം ഉണ്ടാക്കി. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളോട് ഒരു കവി എന്ന നിലയ്ക്ക് എനിക്ക് യോജിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ അഭിപ്രായമുള്ള ആൾ എന്ന നിലയ്ക്ക് പരസ്യമായി അതിനെതിരെ പ്രതികരിക്കാനും എനിക്കന്ന് കഴിയുമായിരുന്നില്ല. പക്ഷേ എങ്കിലും എൻ്റെ ഉള്ളിൽ കടുത്ത വേദന ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ഒരു കവിക്ക് പ്രതികരിക്കാൻ അയാളുടെ കവിത മാത്രമേ ഉള്ളൂ. ഇത്രയും ഹീനമായ ഒരു കൊലപാതകം, അതും വളരെ ചെറിയ കുട്ടികൾ, അവർ ആരും കൗമാരപ്രായം കടന്നതേ ഉള്ളൂ. അവരുടെയൊക്കെ എത്ര വർഷം ജീവിച്ചിരിക്കേണ്ടവരാണവർ എന്നൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിച്ചു. എൻ്റെ മകനായിരുന്നുവെങ്കിൽ, അന്ന് എനിക്ക് മകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല, പക്ഷേ എങ്കിലും എൻ്റെ മകനായിരുന്നുവെങ്കിൽ ആ ഒരു സ്ഥാനത്തെന്ന് ഞാൻ ആലോചിച്ചു. ആ ദുഃഖങ്ങളൊക്കെ കൂടി ചേർത്ത് ഞാൻ അന്ന് രൂപപ്പെടുത്തിയ കവിതയാണ് ഇരുട്ടുപക്ഷം. ഒരു പക്ഷത്തോടും എനിക്ക് കൂറില്ല, ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും നടുപക്ഷത്തോടും ഒന്നും കൂറില്ല എന്നെനിക്കന്ന് തോന്നിപ്പോയി. രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കണമെന്ന് തോന്നിപ്പോയി. അത്രമാത്രം കടുത്ത വേദന ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അതിൻ്റെ കാവ്യാവിഷ്കാരമാണ് ഇരുട്ടുപക്ഷം. ഇരുട്ടുപക്ഷം രചനയും ആലാപനവും കല്ലറ അജയൻ. ഇടത്തോട്ടാണോ ചായ്വ് വലത്തോട്ടാണോ, ഇടം കണ്ണാണോ വാക്ക് വലം കണ്ണാണോ, ഇടം കുത്തി വലം കുത്തി ഇടനെഞ്ചിൽ ചുടുചോര കടൽ തീർക്കെ അകം കണ്ണും പുറം കണ്ണും ഇമ പൂട്ടി തുരുമ്പിക്ക് വെറും സാക്ഷി അവരെൻ്റെ മടിക്കുത്തിൽ തൊഴിച്ചിട്ടും മനം കൂട്ടി പിടിച്ചിട്ടും ചിരിച്ചന്തം തിളപ്പിച്ചിട്ടൊരു ചോദ്യമെറിയുന്നു. ഇടത്തോട്ടാണോ ചായ്വ് വലത്തോട്ടാണോ, ഇടം കണ്ണാണോ വാക്ക് വലം കണ്ണാണോ, ചിതൽ ചിത്തം ചിതം കെട്ടു മരവിച്ചു ചിറികോട്ടി ഇരുൾ കെട്ടിലടിയുമ്പോൾ ഇനി ചൊല്ലാൻ വിരുദ്ധങ്ങൾ മൃദുരാഗ പൊരുത്തങ്ങളറിയില്ല. വശം കെട്ടു മനം കെട്ടു മടങ്ങുമ്പോളിരു കയ്യാൽ തടഞ്ഞും കൊണ്ടൊരു ചോദ്യം ഒരുക്കുന്നുണ്ടേ. ഇടത്തോട്ടാണോ ചായ്വ് വലത്തോട്ടാണോ, ഇടം കണ്ണാണോ വാക്ക് വലം കണ്ണാണോ, ഇടം കയ്യിൽ തിളങ്ങുന്ന കടും ചോരക്കറതൻ്റെ വലം കയ്യിൻ വരിപ്പുകളരിഞ്ഞതല്ലേ. ഇടം കണ്ണും വലം കണ്ണും തുറിച്ചുകൊണ്ടൊരു നാളിൽ വരും ജീവൻ പടിമെല്ലെ കടന്നു പോയാൽ അവർക്കില്ല നമുക്കില്ല വിതുമ്പുന്ന
ഇളം കൂമ്പിന്നിനിയുള്ള പടലയില്ല. മിഴിക്കുമ്പിൽ നിറച്ചെണ്ണ ഒഴിച്ചും കൊണ്ടരക്കില്ല. തളത്തിങ്കലിരിപ്പുണ്ടമ്മ, അവൾക്കുള്ളിലെരിയുന്ന വിളക്കുണ്ടല്ലോ. കടലോളം കരളുള്ള കറുമ്പിത്തള്ള, ചുവർനീളെ പടം വച്ച മുറിയൊന്നിൻ കരിയിട്ട നിലം തന്നിൽ നിനക്കായി വിരിച്ചിട്ട പരമ്പിൻ്റെ വിളിയാലച്ഛൻ. ഇടം കയ്യിൽ പിടിച്ചൂട്ടും വലം കയ്യിലെരിയുന്ന മുറിബീടി മുനയിൽ തൻ മനസ്സുമായി മകൻ പോയ വഴി നോക്കി വരണുണ്ടച്ഛൻ. ഇവർക്കില്ല മറുപടി, എനിക്കെന്നോടൊട്ടുമില്ല. പുതപ്പിച്ച തുണിയൊന്നിനടിയിലുണ്ടിവർക്കുള്ള തിളയ്ക്കുന്ന മറുപടി ഉരയ്ക്കാൻ വയ്യ. ഇടം കയ്യായിട നെഞ്ചിൽ വലം കയ്യാ നെറുകയിൽ അമർത്തിക്കൊണ്ടലറുന്ന പൊരിഞ്ഞ പ്രാണൻ എൻ്റെ മിഴിമൂനയെരിച്ചും കൊണ്ടൊഴിഞ്ഞു നിൽക്കേ. അവർ ചൂണ്ടിച്ചുവപ്പിച്ചു മുടിഞ്ഞ ചോദ്യം, ഇടത്തോട്ടാണോ ചായ്വ് വലത്തോട്ടാണോ? ഇടം കണ്ണാണോ വാക്ക് വലം കണ്ണാണോ? ഇടത്തും നേർ വലത്തും ഞാൻ ചുഴിഞ്ഞു നോക്കി. ഇടം ശൂന്യം വലം ശൂന്യം, എനിക്കുള്ള വഴിയാകെ കുരുക്കുന്നോരിരുട്ടിൻ്റെ ചുണങ്ങുപൂക്കൾ. ഇടത്തല്ല വലത്തല്ല നടുക്കൂമിന്നെനിക്കല്ല. ഒടുക്കം ഈ തുരുത്തിങ്കലിരുട്ടത്താണേ, ഞാനിന്നിരുട്ടത്താണേ. ഒടുക്കം ഈ തുരുത്തിങ്കൽ ഇരുട്ടത്താണേ, ഞാനിന്നിരുട്ടത്താണേ.